fine. ഫൈൻ അൽഹംദുലില്ലാ. മക്കളെ ഞാൻ ഇനി മുതൽ 7:45 ഒക്കെ നാട്ടിലെ 7:45 ലിങ്ക് അയക്കുക. കാരണം എന്റെ കുട്ടികളെ മദ്രസ ഈ ടൈം തീരുമ്പോൾ തന്നെ 7:35 ആവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മഗ്‌രിബിന്റെ സമയം അനുസരിച്ചിട്ടാണ് അവരുടെ ഓൺലൈൻ ക്ലാസ് ആണ് മദ്രസിന്റെ. സോ അവരുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഫോൺ കിട്ടുള്ളൂ. എനിക്ക് ക്ലാസ് എടുക്കാൻ ടാബ് കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് 7:45 ആകുമ്പോഴത്തേക്ക് ടീച്ചർ കുറച്ച് ഫ്രീ ആവും അവരെ ക്ലാസ് കഴിഞ്ഞ് ഇൻഷാ അല്ലാ. സോ യു റിമെമ്പർ നമ്മൾ ഇന്നലെ എന്ത് ടോപ്പിക് എടുത്തത്? മഖാരിജുൽ ഹുറൂഫ്. വാട്ട് ഈസ് മഖ്റജ്? എന്താണ് മഖ്റജ്? The place. എന്ത് പ്ലേസ്? അക്ഷരത്തിന്റെ അക്ഷരം പ്രൊനൗൺസ് ചെയ്യേണ്ട പ്ലേസ്. വെരി ഗുഡ്. അക്ഷരം പുറത്ത് വരുന്നത്. ഓക്കെ, അക്ഷരം നമ്മളെ വായിൽ എവിടുന്നാ പുറത്ത് വരുന്നത്, അതാണ് മഖ്റജ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ്. ടീച്ചർ ഇന്ന് നോട്ട്സ് സെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എടുത്തത് അതിന്റെ നോട്ട്സ് സെൻഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. സോ നോക്ക്, നമ്മൾ 2 മഖ്റജ് ആണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, വി ലേൺ അബൌട്ട് 2 മഖ്റജ്. വിച്ച് ആർ ദ 2 മഖ്റജ് വി ലേൺ? ഏതാണ്? ജൗഫ് ആൻഡ് ഹൽക്ക്. ജൗഫ് ആൻഡ് ഹൽക്ക്. എന്താണ് ജൗഫ്? The empty space between mouth and throat. empty space in the mouth and throat. അപ്പൊ ഇവിടുന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ് മദ്, യാ മദ്, വാവ് മദ്, യാ മദ്. ഓക്കെ, അലിഫ് മദ്ദിന് മുമ്പ് ഏത് അക്ഷരാണ് വരുന്നത്? ഫത്ഹ. ഫത്ഹ. യാ മദ്ദിന് മുമ്പ് ഏതാ വരാ? കസ്റ. Dhamma. Okay. Can anyone say a word which has all the 3 mud letters? Nuhiha. Nuhiha. Okay. Nuhiha. Then next നമ്മൾ മഖ്റജ് പഠിച്ചത് it is about ഹൽക്ക്. ഹൽക്ക് എന്ന് മലയാളത്തിൽ എന്താണ്? തൊണ്ട. അല്ലെ, തൊണ്ടയാണ്. ഓക്കെ, തൊണ്ട എത്ര പാർട്ടായി ഡിവൈഡ് ആക്കിയിട്ടുണ്ട്? 3 പാർട്സ് ആയി ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, വിച്ച് ആർ ദ 3 പാർട്സ്? വസത്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. അപ്പൊ അറബിക്ക് പറയുന്ന നിർബന്ധമില്ല. നമ്മൾക്ക് വേറെ എങ്ങനെ പറയും? നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഡീപ്പസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ട്, ലോവസ്റ്റ് പാർട്ട്. ഡീപ്പസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ട്, ലോവസ്റ്റ് പാർട്ട്. ഇപ്പൊ ടീച്ചർ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടീച്ചറിന്റെ ബുക്കിൽ അത് ക്ലിയർ ഇല്ല. നമുക്ക് ഗ്രീൻ കളറിൽ കളേഴ്സിലാണ്. വാട്ട് ഇസ് ദാറ്റ് ഗ്രീൻ കളർ? ഇതാണ് ഏത് മഖ്റജ്? ജൗഫ്. നമുക്ക് പല്ലും ഉണ്ട്, നാവും ആ സ്പേസിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫുഡ് കഴിക്കുന്ന പ്ലേസ് ആണ്. അതാണ് ജൗഫ്. അവിടുന്ന് വരുന്ന 3 മദ്ദക്ഷരങ്ങളാണ് അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഓക്കെ, ക്ലിയർ ആയി അല്ലെ? ഫോട്ടോ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുന്നില്ലേ? പിന്നെ നമ്മൾ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഹൽക്ക്. ഓക്കെ, ത്രോട്ട്. ഓക്കെ, ത്രോട്ട് 3 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന പറയുന്നില്ലേ? അപ്പൊ അത് അപ്പർ പാർട്ട്, മിഡിൽ പാർട്ട്, ലോവർ പാർട്ട് ഇങ്ങനെ വരും ഏകദേശം. ഓക്കെ, ഓർ എൽസ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ലൈക്ക് ദിസ്. ഫോർ എക്സാമ്പിൾ അപ്പർ, മിഡിൽ, ലോവർ. അത് എക്സാക്ട് പറയാൻ കഴിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ശരിയാണ് ഈ ഭാഗത്ത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് എ ബ്രൗൺ കളർ കളിക്കുന്നത്. ഏകദേശം ഇതാണ് അപ്പർ, മിഡിൽ, ലോവർ ഇങ്ങനെ വരും. അപ്പൊ ലോവർ പാർട്ടിൽ വരുന്ന അക്ഷരങ്ങളാണ് ഹംസ, ഹ. മിഡിൽ പാർട്ടിൽ വരുന്ന അക്ഷരങ്ങളാണ് ഐൻ, ഹ. അപ്പർ പാർട്ടിൽ വരുന്ന ഗൈനും ഖാം. അപ്പൊ ഗൈനും ഫ്രിക്ഷൻ, നമ്മൾ 2 കല്ല് ഒരുക്കുമ്പോ ഫ്രിക്ഷൻ സംഭവിക്കുന്നില്ലേ? അപ്പൊ ഈ ഇവിടെ ഉള്ള 2 ഭാഗങ്ങൾ ഇങ്ങനെ തട്ടുന്നതാണ്. ആ സമയത്താണ് ഗൈൻ, ഖ ഈ 2 ലെറ്റേഴ്സ് വരുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് മഖ്റജിന്റെ ഫോട്ടോസ് ടീച്ചർ കാണിച്ചുതരാം. ഇതാ 3ാമത്തെ മഖ്റജാണ് അൽ ലിസാൻ. ഇതാ സർക്കിൾ ഇട്ടത് ഇതാണ് നാവ്. നാവാണ് അൽ ലിസാൻ, ദ ടങ്. ഓക്കെ, അൽ ലിസാൻ. പിന്നെ ഉള്ളത്
ലിപ്സ്. ഇതാ ലിപ്സ് നോക്കുക എല്ലാവരും. അപ്പർ ആൻഡ് ലോവർ. ഇതാ 1, 2 എന്ന് എഴുതി കാണുന്നുണ്ടാ? 1, 2 അപ്പറും ലോവറും, അതായത് ദ ലിപ്സ്, അതാണ് ഷഫത്താൻ. പിന്നീട് ലാസ്റ്റത്തത് മഹ്റജാണ് ദ നോസ്, അതായത് ഈ ഭാഗം. നോസ് എന്ന് പറയാൻ പറ്റില്ല, ദ നേസൽ ക്യാവിറ്റി എന്നാ ശരിക്കും പറയണം. ഓക്കെ, ഉള്ളിൽ ദ ഹോൾ, മൂക്കിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഭാഗമാണ് ഹൈഷൂം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ടങ്, ലിപ്സും ഹൈഷൂമും കംപ്ലീറ്റ് ആക്കും ഇൻഷാല്ലാ. ഓക്കെ, നൗ വി ഹാവ് ടു നോ ദാറ്റ് ടങ്ങിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് വരുന്നത്. നോക്കിയേ മക്കളെ, കണ്ട? Can you see the letters? Total 18 letters come from the tongue. നമുക്കറിയാം അലിഫ്മദ് വാവ്മദ് യാമദ് നമുക്ക് അറബിയിലെ 28 അക്ഷരങ്ങൾ പറയൂല. അലിഫ്മദ് വാവ്മദ് യാമദ് എന്ന് പറയില്ലല്ലോ. വി ജസ്റ്റ് സേ അലിഫ് വാവ് യാ. അത് അങ്ങനെയാണ് ലെറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹൽക്ക്, ദ ത്രോട്ട്, ഹിയർ there are 6 letters അല്ലെ? 6, 3 ഡിവൈഡ് ചെയ്തപ്പോൾ 6 letters വരും. ഇവിടെ ലിസാനിൽ 18 ലെറ്റേഴ്സ് ആ വരാം. ഓക്കെ, ലിസാൻ 18 പ്ലസ് 6 എത്ര? 24 ആയി. അപ്പൊ 24 ആയേ. പിന്നെ നമുക്കറിയാം ബാക്കിയുള്ള അക്ഷരങ്ങൾ എന്തായിരിക്കും? ഇതായിരിക്കും, ദിസ് വൺ, ലിപ്സ്. മനസ്സിലായോ? ബിക്കോസ് ആകെ 28 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോ നമ്മൾ ഓൾറെഡി 24 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി ലെറ്റേഴ്സ് ഷഫത്താനാണ്. ഹൈഷൂം എന്ന് പറഞ്ഞത് അക്ഷരങ്ങളല്ല, അതിന്റെ ക്വാളിറ്റി മാത്രമായിരിക്കും. ഓക്കെ, അതിന്റെ ക്യാരക്ടർ. സോ ടുഡേ വി സ്റ്റാർട്ട് അബൌട്ട് അൽ ലിസാൻ, ടങ്. നാവിന്റെ അറബിക് ടേം ആണ് ടങ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ. ടീച്ചർ ആദ്യം ടങ്ങിന്റെ ഷേപ്പ് ഫസ്റ്റ് വരക്കണം, പിന്നെ പല്ലും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ പല്ലിനെ കുറിച്ച് ഫസ്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പല്ലുണ്ട് എല്ലാവർക്കും? അഡൽട്ട് ടൂത്ത് ആണ്. അഡൽട്ട് എത്ര? 32. ഇതിപ്പോ വായാന്ന് വിചാരിച്ചോ? ടീച്ചർ ജസ്റ്റ് ഇങ്ങനെ വരക്കുന്നതാണേ. ഓക്കെ, ലിപ്പ്. ഓക്കെ, ഫ്രണ്ടില് വീണോ ഒരു സൈഡില് എത്ര പല്ലുണ്ടാവും? ഇവിടെ ഈ ഒരു ഭാഗത്ത് 8 ആണ്. അഗൈൻ ഇങ്ങനെ. ഓക്കെ, ഒരു മിനിറ്റ്, മൈക്ക് മ്യൂട്ട് ആക്കിക്കോ. ഓക്കെ, മൈക്ക് മ്യൂട്ട് ആക്കിക്കോ. ടീച്ചർ ഒന്ന് ഇത് നോക്കട്ടെ, ഒരു മിനിറ്റ്. Let me just share. Now see. മൈക്ക് ഓഫ് ആക്കിക്കോ. ഓക്കെ, someone's mic is on. ജസ്റ്റ് ഒന്ന് ടീച്ചറുടെ ക്ലാസ് ശ്രദ്ധിക്ക്. നമുക്കറിയാം നമുക്ക് 32 പല്ലാണ് ഉള്ളത്. വി ഹാവ് 32 ടീത്ത്. ഓക്കെ, ഇവിടെ ഇപ്പൊ ടീച്ചർ 4 പാർട്ടായി ഡിവൈഡ് ചെയ്താന്ന് വിചാരിച്ചു. ഓക്കെ, 4 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 8 to 1 minute. Okay, this is not the real one. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പറും ലോവറും ടീത്തുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേലെയും താഴെയും പല്ലുകളുണ്ട്. സോ ഏത് പല്ലുകൾക്കാണ് സൈസ് കൂടുതൽ? മേലെയാണോ താഴെയാണോ? കമ്പാരിറ്റീവ്ലി അപ്പർ ടൂത്ത് ആണോ വലുത്, ലോവർ ടൂത്ത്സ് ആണോ വലുത്? ലോവർ അപ്പർ അല്ലേ? ഫ്രണ്ടിലല്ലേ, മേലെയല്ലേ നമുക്ക് കുറച്ച് വലിയ പല്ലുള്ളത് ചിരിക്കുമ്പോലെ കാണുമ്പോ എല്ലാവർക്കും? യെസ്, മനസ്സിലായാ? ടീച്ചർ പറഞ്ഞത് ഒന്നുകൂടി കാണിച്ചു തരാം. ടീച്ചർ ക്യാമറ ഇപ്പൊ നോക്കും മക്കളെ. ഇവിടെ നമുക്കറിയാം അപ്പറും ലോവർ ടീത്തും ഉണ്ടെന്ന് അറിയാം അല്ലെ? ഇതല്ലേ വലുത്, ഇതല്ലേ അപ്പർ. ഓക്കെ, ദിസ് ഇസ് അപ്പർ, ദിസ് ഇസ് ലോവർ അല്ലെ? അപ്പൊ മേലത്തെ പല്ലല്ലേ വലുത് ശരിക്കും? സൈസിന്റെ കാര്യം പറഞ്ഞത് ടീച്ചർ. യെസ് ഓർ നോ? യെസ്. സെയിം ഷേപ്പുള്ള പല്ലുകൾ ഉണ്ട്, അപ്പർ ആൻഡ് ലോവർ. പക്ഷെ കമ്പാരിറ്റീവ്ലി മേലെയല്ലേ നമുക്ക് ചക്കപ്പല്ല് എന്ന് പറഞ്ഞിട്ട് കളിയാക്കൂല നമ്മൾ മേലെ ഫ്രണ്ട് ചിരിക്കുമ്പോ തന്നെ? യെസ്. അപ്പൊ ഇവിടെ മേലെയുള്ള പല്ലുകളും താഴെയുള്ള പല്ലുകളും ഉണ്ട്. രണ്ടും കൂടിയിട്ടാണ് 32 ടീത്ത്.
ഓക്കെ. 32 ടീത്ത് എങ്ങനെ വരുന്നത്? മേലെയും താഴെയും കൂട്ടിയിട്ടാണ്. അപ്പൊ മേലെ എത്ര ആയിരിക്കും? 16. 16. 16 മേലെ, താഴെ 16. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. അപ്പൊ ലെഫ്റ്റില് ഇവിടെ മേലെ 8, ഇവിടെ 8 റൈറ്റില്. ടീച്ചറിന്റെ റൈറ്റ് സൈഡ് ആണ്. നിങ്ങൾക്ക് ടീച്ചറിന്റേത് ഓപ്പോസിറ്റ് ആയിട്ട് കാണാം, മിറർ ഇമേജ് ആയിട്ട് കാണാം ക്യാമറയിൽ. പിന്നെ അഗെയിൻ താഴെ 8, ഇപ്പൊ റൈറ്റിലും ലെഫ്റ്റും റൈറ്റിലും 8. അങ്ങനെയാണ് ടോട്ടൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 32 ടൂത്ത് കിട്ടുന്നത്. 32 ടീത്ത്സ്. ഓക്കെ ഡിയർ, മനസ്സിലായില്ല എല്ലാവർക്കും? എങ്ങനെയാണ് 32 കിട്ടുന്നതെന്ന് മനസ്സിലായില്ല? അപ്പൊ ജസ്റ്റ് നോ ദാറ്റ് അപ്പർ ടീത്തിന്റെ ഷേപ്പ് കുറച്ചും കൂടി വലുതായിരിക്കും കമ്പാരിറ്റീവ്ലി ലോവേഴ്സിനെക്കാളും. നൗ നമ്മൾ അങ്ങനെ പഠിച്ചു. ദെൻ വി നീഡ് ടു നോ ഏതെല്ലാന്ന് പല്ലുകളെന്ന് ജസ്റ്റ് ഒരു ഐഡിയ. ഓക്കെ, വിൽ ജസ്റ്റ് സീ. ഓക്കെ, നൗ അപ്പറും ലോവർ. ഇതാണ് അപ്പർ, ദിസ് ഇസ് ലോവർ. ഓക്കെ, മേലെയുള്ള ഈ നമ്മളെ ഫ്രണ്ടിൽ ശരിക്കും തന്നെ കാണുന്ന 2 എണ്ണം ഉണ്ട്. അതാണ് സെൻട്രൽ ഇൻസിസർ, നടുവിൽ സെൻട്രൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സൈഡിലുള്ളത് ലാറ്ററൽ. ഇതാ ടീച്ചർ സർക്കിൾ എടുത്ത് മാത്രം നോക്കുക. പല്ലുകളുടെ പേരൊന്നും പഠിക്കണ്ട. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് തജ്വീദില്? ബിക്കോസ് ഏകദേശം ഏത് പല്ലിനാണ് നമ്മുടെ നാവ് ടച്ച് ചെയ്യുന്നത് അത് നമുക്കറിയണം. വി നീഡ് ടു നോ വേർ ദ ടങ് ഈസ് ടച്ചിങ്. ഓക്കെ, സോ ദിസ് വൺ ഈസ് ടീച്ചർ സർക്കിൾ ഇടുന്നത് സെൻട്രല്. ഇതാ താഴെയുള്ളതും ഞാൻ പറഞ്ഞില്ല ഒരേ ഷേപ്പാണ്, പക്ഷെ സൈസ് മാത്രം ഡിഫറെന്റ് ഉണ്ട്. അത് രണ്ടും സെൻട്രല്. സെൻട്രൽ എന്ന് പറയുന്നത് നടുവില് മിഡിൽ പാർട്ടിൽ വരുന്നതാണ് സെൻട്രൽ എന്ന് പറയുന്നത്. സെൻട്രലിന്റെ തൊട്ട് സൈഡിൽ വരുന്നതാണ് സൈഡ് ലാറ്ററൽ ഇൻസിസേഴ്സ്. സൈഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ് ലാറ്ററൽ. ഏകദേശം അത് ഇപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇത് കണ്ട, ലാറ്ററൽ ഇൻസിസേഴ്സ്. പിന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളത് കനൈൻ ആണ്. കനൈൻ മീൻസ് മൂർച്ചുള്ള പല്ലില്ലേ, കുറച്ച് മൂർച്ചുള്ള പല്ല്. യെസ് ഓർ നോ? യെസ്. നമ്മൾ കുറച്ചൊരു ഇങ്ങനെ ഒരു ഡ്രാക്കുള പോലെ, വാമ്പയർ പോലുള്ള ഒരു പല്ലില്ലേ, ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര കൂർത്ത പല്ലായിരിക്കും. മനസ്സിലായ? അപ്പൊ അത് ചില കുട്ടികൾക്ക്, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും, നാച്ചുറൽ ആയിട്ട് നല്ല ഷാർപ്പായിട്ട്. ഈ പല്ല് തന്നെയാണ് ആനിമൽസിന് ഇങ്ങനെ വലുതായിട്ട് ഉണ്ടാവുക, അല്ലെ? ഫോർ ദം ടു ബൈറ്റ് ആൻഡ് കിൽ ദ ആനിമൽസ്, അല്ലെ? അവർക്ക് ഇങ്ങനെ വലിയ പല്ല് നീളമുണ്ടാവും. പിന്നീട് അതിന് തൊട്ടപ്പുറത്തുള്ളതാണ് ഫസ്റ്റ് പ്രീമോളാർ. ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞാൽ മതി കേട്ടോ. സെക്കൻഡ് പ്രീമോളാർ, പിന്നെ ഫസ്റ്റ് മോളാർ. ഈ 3 പല്ലാണ് ച്യൂയിങ് ടീത്ത്, നമ്മൾ ചവക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകൾ. ടീച്ചർ സർക്കിൾ ഇട്ട 3 കാണുന്നുണ്ടോ? അതാണ് ചവക്കാൻ ഉപയോഗിക്കാൻ. നമ്മൾ ചോറെല്ലാം ചവക്കുന്നതിന് ആ പല്ലാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി എല്ലാവർക്കും എങ്ങനെയാണ് പല്ലുകൾ അറേഞ്ച് ചെയ്തതെന്ന്? യെസ്, നോ? ഓക്കെ, അത് പറഞ്ഞാൽ മതി. ഇനി ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു നോ ഹൗ ഇസ് ദ ടങ് ഡിവൈഡഡ്. നമ്മൾ പല്ലുകൾക്ക് ചെറിയൊരു ഐഡിയ പഠിച്ചു. നമുക്ക് പല്ലുകളുടെ ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിന്റെ പേരുകൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നതും എവിടെയെങ്കിലും കേട്ട് പരിചയം വേണ്ടേ, അത് നല്ലതാണ്. സോ ലെറ്റ്സ് സീ നാവിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഐ ഡോണ്ട് നോ ഇഫ് വി ക്യാൻ കംപ്ലീറ്റ് ദ ഹോൾ ലെസൺ ടുഡേ ബിക്കോസ് ഇത് കുറച്ചുണ്ട്. ഓക്കെ, ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Can you hear me? Can you all hear me? Can you hear me? Anyone can say? നിങ്ങൾ എല്ലാവരും മൈക്ക് ഓഫ് ആയിട്ടുള്ള കേൾക്കുന്നുണ്ടോ?
ഓക്കെ. ആ മൈക്ക് വർക്ക് ചെയ്തില്ല, ജസ്റ്റ് നോക്കട്ടെ. ഇപ്പൊ നോക്കിയ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോന്ന്? അത് സംതിങ് ഹാപ്പൺ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സം നെറ്റ്വർക്ക്. ഓക്കെ, സോ വി ലേൺ ദാറ്റ് 32 ടീത്ത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അൽ ലിസാന പഠിക്കണ്ടേ. ജസ്റ്റ് ഇമാജിൻ ടീച്ചർ നാവ് ഇങ്ങനെ ടീച്ചർ നാവ് ഇങ്ങനെ വരക്കുന്നുണ്ട്. നാവിനെ അഗെയിൻ നമ്മൾ തൊണ്ടനെ ഡിവൈഡ് ചെയ്ത പോലെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 4 പാർട്സ് ആയി ഡിവൈഡ് ചെയ്യും. ഇത് അണ്ണാക്കിന്റെ ഭാഗത്ത് വരുന്നത് ഡീപ്പസ്റ്റ്, പിന്നെ മിഡിൽ, പിന്നെ സോറി ടിപ്പ് ഓഫ് ദ ടങ്. ഇത് ടിപ്പാണ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ടീച്ചർ ബ്ലൂ കളറിൽ കളറിക്കാൻ നോക്ക്, സൈഡ്സ്. ഓക്കെ, ഇതാണ് നാവിന്റെ 4 പാർട്സ്. സൈഡ്സ് എന്ന് പറയുമ്പോൾ ഫുൾ സൈഡായി, ലെഫ്റ്റും റൈറ്റും ഫ്രണ്ട് സൈഡ്സും. സോ വിച്ച് ആർ ദ 4 പാർട്സ് ഓഫ് ദ ടങ്? ഇതാണ് നാവിന്റെ 4 പാർട്സ്. ഡീപ്പസ്റ്റ് പാർട്സ് ആകുമ്പോൾ അണ്ണാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉള്ളില്, അത് ഡീപ്പ് അല്ലത് ഡീപ്പസ്റ്റ്. പിന്നെ മിഡിൽ എന്ന് പറയുമ്പോൾ നാവിന്റെ നടു, പിന്നെ ടിപ്പ് നാവിന്റെ തുമ്പ്, പിന്നെ സൈഡ്സ്. ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടും എല്ലാം സൈഡ് എന്നാ പറയാം. ഓക്കെ, സോ നമുക്ക് ഈ 4 പോർഷൻസിനാണ് ബാക്കിയുള്ള എത്ര ലെറ്റർ പുറപ്പെടുന്നത്? ടോട്ടൽ 18 ലെറ്റേഴ്സ് ആണ് ഫ്രം ദ ലിസാൻ, ഫ്രം ദ ടങ്. ഓക്കെ, നൗ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞാൽ മതി. ഡീപ്പസ്റ്റ് പാർട്സ് വരുന്ന അക്ഷരങ്ങളാണ് ഖാഫ്, കാഫ്. പറഞ്ഞ കാര്യം ഖാഫ്, കാഫ്. കം ഫ്രം ദ ഖാഫ്. അതെങ്ങനെയാ തട്ടുന്നത്? ഉള്ളില് നമ്മള് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ് വിൽ ബി ടച്ചിങ് പൊസിഷൻ. ഓക്കെ, നമുക്ക് അറിയുന്നില്ല, നമ്മൾ കാണുന്നൊന്നുമില്ല, പക്ഷെ നല്ല ശ്രദ്ധിച്ച് നമ്മൾ ഈ ലെറ്റർ പറയുമ്പോ who's singing in between the class? ക്ലാസ്സിന്റെ ഇടയിൽ പാട്ട് പാടുമ്പോ അതിന്റെ അടുത്ത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ? ഓക്കെ, ഖാഫ്, കാഫ്, ഖാഫ്, കാഫ്. ഇതാണ് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ്. പിന്നീടുള്ളത് മിഡിൽ പാർട്ട് എന്ന് പറയുമ്പോൾ ജീം, ഷീൻ, യ. The middle part of the tongue എന്ന് വരുന്ന 3 അക്ഷരങ്ങളാണ് ജീം, ഷീൻ, യ. അപ്പൊ ജാഷായ, ജാഷായ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. സോ ഇവിടെ യാ എന്ന് പറയുന്നത് മദ് ലെറ്റർ ആണോ അല്ലെങ്കിൽ നോട്ട് എ മദ് ലെറ്റർ? Is it a mud letter or not a mud letter? Not a mud letter. ആരെല്ലാം പറയുന്നത് നോട്ട് എ മദ് ലെറ്റർ? Who all say not a mud letter? ഇതിൽ മദ് ലെറ്റർ ഉണ്ടെന്നാണോ? അല്ല, ഈ യാ എന്നുള്ളത് മദ് ലെറ്റർ യാ ആണോ അല്ലെങ്കിൽ സാധാരണ യാ ആണോ എന്ന് ചോദിക്കുന്നത്. സാധാരണ യാ. Yes, very good. Because മദ് ലെറ്റർ യാ എവിടുന്നാ വരുന്നത്? മനസ്സിലായ? നമ്മൾ ഇന്നലെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് മദ് ലെറ്റർ ആയിട്ടുള്ള യാ നമ്മളെ ജൗഫ് എന്നാ വരുന്നത്. അപ്പൊ ഇവിടെ മിഡിൽ പോർഷൻ ഓഫ് ദ ടങ് മദ് ലെറ്റർ യാ എന്ന് പറയരുത്, യാ. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞ ജൗഫിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ എന്ന് ചോദിച്ചാൽ യാ, അലിഫ്, വാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് ആണ് ആൻസർ. ബിക്കോസ് ആ ലെറ്റേഴ്സിന് വേറെ പ്ലേസസ് കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ് ഇസ് ഖാഫ്, കാഫ്. മിഡിൽ പാർട്ട് ഓഫ് ദ ടങ് ജ, ഷ, യ. ഓക്കെ, ടിപ്പ് എന്നാണ് കുറച്ചൊരു കോംബോ. അതായത് നമ്മൾ ഓരോരോ പെയർ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നൂൻ, റോ. അതൊരു പെയർ, നൂൻ, റോ. ദെൻ സീൻ, സ്വാദ്, സ. അതൊരു പെയറാണ്, ഒരു കോംബോ എന്ന് പറയൂലേ. പിന്നെ ഉള്ളത് തേർഡ് കോംബോ ആണ് ത, ദാൽ, തോ, സ, സാൽ, സോ.
നൂൻ റോ, പിന്നെ ഉള്ളതാണ് നൂൻ റോ സീൻ സോ ദോ, പിന്നെ ഏതാണ് സ സോ. ഇതാണ് നമ്മുടെ ടിപ്പ് ഓഫ് ദ ടങ്ങിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. നിങ്ങൾ ജസ്റ്റ് ഇനി പറ എങ്ങനെയാണ് നൂന് വരുന്നത്. Can anyone tell me how the noon comes? Where does that നാവിന്റെ തുമ്പ് എവിടെ ടച്ച് ചെയ്യുന്നത് നൂനിന്? മിഡിൽ പാർട്ട്. ഇല്ല, മിഡിൽ പാർട്ട് ടിപ്പ് എന്നാ വരുന്നതെന്ന് പറഞ്ഞു. നാവിന്റെ അറ്റം, അതായത് നാവിന്റെ ടിപ്പിൽ നിന്നാണ് നൂന് വരുന്നതെന്ന് പറഞ്ഞു. So tell me where the tip touches. യെസ്, മേലത്തെ പല്ലിന്റെ ബാക്കിൽ, അല്ലാതെ പല്ലിന് ടച്ച് ചെയ്യൂല. മനസ്സിലായ? മേലെ അണ്ണാക്കിന്റെ അവിടെ ടച്ച് ചെയ്യുന്നത് നൂൻ. പറഞ്ഞു നോക്കി എല്ലാരും. അല്ലേ? നൂൻ പല്ലിന് ടച്ച് ചെയ്യൂല, പല്ലിന്റെ ബാക്കിലുള്ള ഗംസ്, മേലുള്ള ഇങ്ങനെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഗംസിന്. പിന്നെ റോ 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 ഓൾസോ ഏകദേശം സെയിം പ്ലേസിലാണ് കേട്ടോ. റോ ഓൾസോ ഏകദേശം സെയിം പ്ലേസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാ. നൂൻ, ഞാൻ പറയുന്ന പ്ലേസ് ടച്ച് ആവുന്നുണ്ടോ നൂൻ? റോ ആണെങ്കിൽ നൂനിന്റെ കുറച്ച് ബാക്കോട്ടാ വരാം. നൂനിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റോ വരുന്നത്. നൂൻ റോ അല്ലെ, ഏകദേശം സെയിം പ്ലേസ് അല്ലേ? നിങ്ങൾ റോ എന്ന് പറയുമ്പോ ഇങ്ങനെ പറയാൻ പാടില്ല, റേ അത് പറയാൻ പാടില്ല. പിന്നെ റോ ദാറ്റ് ഇസ് ഓൾസോ റോങ്. നാവ് കൊഴഞ്ഞ പോലെ സംസാരിക്കാൻ പാടില്ല. നമ്മൾ റോ പോലെ ആക്കരുത്. മലയാളത്തിൽ റാ അല്ലേ, മഴ ഇങ്ങനെയൊക്കെ പറയൂലേ, റോ. ദാറ്റ് ഇസ് എ റോങ്. അങ്ങനല്ല, റോ എന്നാണ്. റോ, ഫോർ എക്സാമ്പിൾ റോ, ദ ആപ്പിൾ ഇസ് റോ. ഈ ഒരു സൗണ്ട് ആണ്, ദ ആപ്പിൾ ഇസ് റോ. ടീച്ചർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സോ ടിപ്പ് ഓഫ് ദ ടങ് എന്ന് വരുന്ന ഫസ്റ്റത്തെ കോംബോ എന്താണ്? ചില ബുക്സിൽ വേറെ രീതിയിലായിരിക്കും പറയാം, പക്ഷെ ലെറ്റേഴ്സ് എല്ലാം സെയിം തന്നെ. നൂൻ റോ. പിന്നെ വരുന്ന രണ്ടാമത്തെ കോംബോ ആണ് സീൻ സോദ്. നൗ ടെൽ മീ, സീൻ എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുന്നത്? യു ട്രൈ ബൈ യുവർ സെൽഫ്. സീൻ ടിപ്പ് ഓഫ് ദി ടങ് ടച്ച് ചെയ്യുന്നു. ടിപ്പ് ഓഫ് ദ ടങ് എവിടെ ടച്ച് ചെയ്യുന്നത്? നമുക്കറിയാം ഇത് ടിപ്പ് ഓഫ് ദ ടങ് എന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഐ വോണ്ട് യു ടു നോ എവിടെ ഏത് ടിപ്പിലെ ടച്ച് ആണ്. സീൻ സ്വാദ് താഴോട്ടേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ടാ? ലോവർ ടീത്തിന്റെ അവിടെ, ലോവർ ടീത്തിന്റെ ഇതിപ്പം താഴത്തെ പല്ല് മേലത്തെ പല്ല് ടീച്ചറിനെ കാണുന്നുണ്ടല്ലായിരിക്കും. ക്യാൻ എവരിവൺ സീ? ഇത് അപ്പർ ആണ്, അപ്പർ ടൂത്ത്. ദിസ് ഇസ് ദ ലോവർ ടൂത്ത്. ഓക്കെ, നാവ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ നമുക്ക് ലോവർ ടൂത്താ വേണ്ടേ. ടിപ്പ് ഓഫ് ദ ടങ് സീൻ ഇങ്ങനെ വരുന്നത് നോക്കിയാ. ലോവർ ടൂത്തിന്റെ തട്ടുന്നില്ല, തട്ടുന്നുണ്ട്, അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. സീൻ ഫോദ് ഇങ്ങനെ പറയുമ്പോ ഒരു പി വലിക്കുന്ന ശബ്ദം തോന്നുന്നുണ്ടാ? സ്നേക്കിന്റെ ഹീസിംഗ് സൗണ്ട്. അത് ഇത് 3 ലെറ്റേഴ്സും, ദീസ് 3 ലെറ്റേഴ്സിനും ആ ക്വാളിറ്റി ഉണ്ട്, പി വലിക്കുന്ന ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എല്ലാ ലെറ്റേഴ്സിന്റെയും ക്വാളിറ്റി ഒരേ ലെവലല്ല. സീനിന് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മള് നിസ്കരിക്കുന്ന സമയത്ത് സുബ്ഹാന റബ്ബിയൽ ആല എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ശബ്ദം കേൾക്കൂലേ? വെൻ വി ആർ സിറ്റിംഗ് ഇൻ എ റോ. ഇപ്പൊ നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ശ്രദ്ധിച്ചിനാ? നമ്മൾ വിചാരിക്കും ഭയങ്കര ഓവറാക്കുന്നത്. ചിലപ്പോ അങ്ങനത്തെ ചിന്ത വരുടെ. ബിക്കോസ് എസ് ഭയങ്കര കാറ്റ് പോകുന്ന ശബ്ദമാണ്. സ്വാദനും കാറ്റ് പോകുന്നുണ്ട്, സാനും പോകുന്നുണ്ട്, ബട്ട് ദ ലെവൽ ഇസ് ലിറ്റിൽ ബിറ്റ് ലോ ഇൻ സാ. സോ ദീസ് ഹാവ് എ വിസിലിംഗ് ക്വാളിറ്റി. സോ ടെൽ മീ വിച്ച് ആർ ദ ലെറ്റേഴ്സ് ഹാവിംഗ് വിസിലിംഗ്? വിസിലിംഗ് എന്താണ്? പി. എന്ത്? അതെല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ തന്നെ എല്ലാരും പഠിക്കണേ. ഡീപ്പസ്റ്റ് പാർട്ട് എന്ന് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്?
യെസ്. മിഡിൽ പാർട്ടിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യെസ്. അല്ലെങ്കിൽ നിങ്ങളൊരു പേര് ആലോചിച്ചോ, ജയേഷ്. മിഡിൽ പാർട്ടിൽ നിന്നാണ് ജയേഷ് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ജ യ ഷ. ഈസിയാ? യെസ് ഓർ നോ? യെസ്. ജി യ. ടീച്ചർ ജസ്റ്റ് ഒരു പേര് പറഞ്ഞതാണ്. ജയേഷ് കംസ് ഫ്രം ദ മിഡിൽ പാർട്ട് ഓഫ് ദ ടങ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ജിയും ഷീനും യാവുമാണ്. പിന്നെ നമ്മൾ പഠിച്ച ടിപ്പ് ഓഫ് ദ ടങ് ആണ് കുറച്ച് ഡിഫിക്കൾട്ട്. അതില് നൂൻ റാ വരുന്നുണ്ട് ഫസ്റ്റ് കോംബോ. പിന്നീട് പി പി വലിക്കുന്ന ശബ്ദങ്ങളാണ് സീൻ സ സ്വാദ്. നെക്സ്റ്റ് കോംബോ ആണ് പറഞ്ഞാലും അപ്പൊ ഈ അഗൈൻ വി നോ ഇത് ടിപ്പ് ഓഫ് ദ ടങ് ആണെന്നറിയാം. ബട്ട് എവിടെയാണ് ത ദാൽ ത്വ എന്ന് പറയുമ്പോൾ ടിപ്പ് എവിടെ ടച്ചാ? നാവ് മേലെ ടച്ചാണ് അല്ലേ? യെസ് ഓർ നോ? ദാലിനും അതേപോലെ തന്നെ ത്വാനും അതേപോലെ തന്നെ. പക്ഷെ ചില ലെറ്റേഴ്സിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കും, ഒരു വീട്ടില് 3 മക്കളുണ്ടെന്ന് വിചാരിച്ചോ. എല്ലാവരും സെയിം വീട്ടിൽ നിന്നാ വരുന്നത് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹ്റജ് എന്ന് എന്താണ്? ദ പ്ലേസ് വേർ ദ ലെറ്റർ കംസ്. സെയിം വീട്ടിൽ നിന്ന് വരുന്ന 3 മക്കളാണെങ്കിലും അവരുടെ സ്വഭാവം സെയിം ആയിരിക്കോ? നോ റൈറ്റ്. അവരുടെ സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? നമ്മൾ ട്വിൻസ് ആയാൽ പോലും ട്വിൻസ് കമ്മിങ് ഫ്രം ദ സെയിം മദർ സെയിം ടൈം, ചെറിയ ടൈം ഡിഫറൻസ്, ബട്ട് സ്വഭാവം ഡിഫറെന്റ് അല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ ഈ ലെറ്റേഴ്സ് എല്ലാം ഇതേപോലെ ഒരേ വീട്ടിൽ നിന്നാണ്. ബട്ട് ഇറ്റ് കംസ് ഫ്രം ദ സെയിം ഹൗസ് ബട്ട് ഡിഫറെന്റ് ക്യാരക്ടർ. അങ്ങനെയാണ്. ഓക്കെ. പിന്നീട് ലാസ്റ്റത്തെ കോംബോ ആണ് ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ്. ഓക്കെ മാം. ഓക്കെ. ലാസ്റ്റത്തെ കോംബോ ആണ് ലാസ്റ്റ് ആണ് ദീസ് ലെറ്റേഴ്സ് എങ്ങനെ ടച്ച് ആവുന്നേ? അസ്ലം മനസ്സിലാവുന്നുണ്ട് ക്ലാസ്? അസ്ലം നോക്ക്, നിങ്ങളോട് എല്ലാവരോടും ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടാ. ഇതിങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ തിയറി ക്ലാസ് പോലെ പഠിപ്പിക്കുന്നതാണെന്ന് അറിയാം. ബട്ട് എക്സാമിന് ടീച്ചർ എന്തായാലും ചോദിക്കും ഏതെല്ലാം ലെറ്റേഴ്സ് ആണ്, എവിടുന്നാ വരുന്നത്, എല്ലാം പഠിക്കണം. യു ഹാവ് ടു നോ ആസ് എ തജ്വീദ് സ്റ്റുഡന്റ്. ഓക്കെ. സോ ടെൽ മി അസ്ലം, വിച്ച് ആർ ദ ലെറ്റേഴ്സ് കമ്മിങ് ഫ്രം ടിപ്പ് ഓഫ് ദ ടങ്? ഇതാണ് ടിപ്പ് ഓഫ് ദ ടങ്. എവിടെ പോയി അസ്ലം? മൈക്കോണാക്ക്. നൈഫ പറ. നൈഫ കേക്കുന്നില്ല? വാട്ട് അബൌട്ട് ഷസ? ടിപ്പ് ഓഫ് ദ ടങ് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ന, റ, ത, ജ, ത, ത, ദ, ത്വ, സ, സ, ലോ. എന്നാണ് കേട്ടോ. സോ ടെൽ മീ, എന്ന് പറയുമ്പോ നാവ് ചെറുതായിട്ട് പുറത്തേക്കായിരിക്കും, മേലത്തെ പല്ലിന് ടച്ച് ആവും അല്ലേ? ഇങ്ങനെയാണ്. ഓക്കെ. സോ നൗ എവരിവൺ
Now tell me everyone, which are the two letters coming from the deepest part of the tongue? Cough cap. Which are the letters coming from middle part of the tongue? Jim. Yes. Which are the letters coming from tip of the tongue? Noon raw. T. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ആയി? നമ്മൾ 18 അക്ഷരങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേ. 18 ആയിനാ? 16. 16 ആയിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റത്തെ പാർട്ടാണ് നമ്മുടെ സൈഡ്സ് ഓഫ് ദ ടങ്. കേട്ടോ, സൈഡ്സ് ടീച്ചർ വരക്കുന്നത് നോക്കിക്കോ, ഓറഞ്ച് കളറിൽ കളടിക്കുന്നത് ഇതാണ് സൈഡ്സ് ഓഫ് ദ ടങ്. ഇവിടുന്ന് വരുന്ന 2 അക്ഷരങ്ങളാണ് ലാം, ബോദ്. ലാം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലാം എങ്ങനെയാ വന്നത്. ലാം അറബിക് ലാമില് നമ്മുടെ നാവിന്റെ ഫുൾ സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ലാം. ടീച്ചർ പറഞ്ഞു കടുവപ്പല്ല്, കനായിന്റെ തൊട്ടിപ്പുറത്തുള്ള പല്ലില്ലേ, ഇങ്ങനെ കൂർത്ത പല്ലിന്റെ തൊട്ടിപ്പുറത്തെ പല്ല് മുതൽ, അതായത് ലെഫ്റ്റ് പ്രീമോളാർ തൊട്ട് റൈറ്റ് പ്രീമോളാർ വരെ വരുന്നുണ്ട് ലാം. ഇങ്ങനെ പരുന്നിട്ടാണ്ടാവും നിങ്ങളുടെ നാമം. നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിൽ എല്ലിന്റെ ശബ്ദം തന്നെയാണ്, ബട്ട് എൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ടങ് മേലെ മാത്രം ടച്ച് ചെയ്യുന്നുള്ളൂ, ചെറുങ്ങനെ. ലാം എന്ന് പറയുമ്പോ യോർ ടങ് ഈസ് ഫ്ലാറ്റ്. മനസ്സിലായ? ഇങ്ങനെ അൽഹംദു ലില്ലാഹി, ഇങ്ങനെ നമ്മള് നാവ് ഇങ്ങനെ പരുന്നിട്ടുണ്ടോ, ഒരു പല്ലിന്റെ ഈ സൈഡ് തൊട്ട് മറ്റേ പല്ലിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്. ഓക്കെ, അതാണ് ലാം. പിന്നെ ടീച്ചർ പറഞ്ഞ ദോദാണ്. ദോദ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ടു സേ ദ ഹൗ ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം എല്ലാ സ്റ്റുഡൻസിനും. ഹൗ യു വിൽ റീഡ് ദിസ്? ഇങ്ങനെ വായിക്കാം. Dod. Yes, Dod. Now we need to know how the Dod is pronounced. Okay, എങ്ങനെയാണ് Dod pronounce ചെയ്ത് നോക്കാം. നാവിന്റെ സൈഡ് എന്നാ പറഞ്ഞത്. സോ എല്ലാവരും ഒന്ന് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുക, എല്ലാവരും, എല്ലാ കുട്ടികളും ഓൺ യുവർ ക്യാമറാസ്. ഇതും കൂടി കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. ഓക്കെ, വി കനോട്ട് കംപ്ലീറ്റ്. ഓക്കെ, നാവിനെ ജസ്റ്റ് കടിച്ചൊക്കെ സൈഡിൽ, ലെഫ്റ്റും റൈറ്റ് സൈഡും ഉണ്ട് അല്ലേ? അപ്പൊ ചെറുങ്ങനെ കടിച്ചോക്കാം. ഓക്കെ, ഡോണ്ട് ബൈറ്റ് ഹാർഡ്. ഓക്കെ, ഡോണ്ട് ബൈറ്റ് ഹാർഡ്. എന്നാൽ ചെറുങ്ങനെ കടിക്കുക. എന്നിട്ട് ഈ കടിക്കുമ്പോ ഏത് 3 പല്ലുകൾക്കാണ് നമ്മളെ ടച്ച് ആവുന്നത് നാവ്? നമ്മൾ ചവക്കുന്ന പല്ലില്ലേ, ചവക്കുന്ന പല്ല്. യെസ് അല്ലേ? നമ്മളെ അതിനെന്താ പറയാ, ചൂയിങ് കോൾ മോളേഴ്സ്. നമുക്ക് ഭക്ഷണം ഇങ്ങനെ ചവക്കണമെങ്കിൽ ആ പല്ലാവണ്ടേ. ആ പല്ല് ആ മേലത്തെ ലെഫ്റ്റും റൈറ്റ് സൈഡ് പല്ലിന്റെ മേലെ അമർത്തി വെക്കും നാവ്. നാവിന്റെ സൈഡ്സ്. ഫാത്തിമ ഫിദ. യെസ്, ഇങ്ങനെ അമർത്തി വെക്ക കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇതിന്റെ ഉള്ളിലെ അണ്ണാക്കില്. then start the sound. ബോദ്. ടീച്ചർ എന്താ പറഞ്ഞേ? നാവിന്റെ സൈഡ്സ് മേലെയുള്ള അണപ്പല്ല്, മേലെ മോളാസിനെ പ്രസ് ചെയ്ത് വെക്കുക ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് നാവ് അണ്ണാക്കിൽ, ഈ ടിപ്പില്ലേ, ഈ ഫ്രണ്ടിലുള്ള സൈഡ് അണ്ണാക്കിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കിയ ലെറ്റർ ബോദ്. ബോദ് പറഞ്ഞ ഇതാണ് ശരിക്കുള്ള പ്ലേസ്. നമ്മളിവിടുത്തെ ദ്വാദ് അങ്ങനെ പണ്ട് കാര്യമില്ല. പിന്നെ ലോദ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ്. ശരിക്കുള്ള തജ്വീദില് ഇറ്റ് ഇസ് ബോത്ത് സൈഡ്സ് പ്രസിംഗ് അപ്പ്, then this front side is here അണ്ണാക്കില്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇതിന്റെ ദോത് പറഞ്ഞു നോക്കിയാൽ നല്ല കട്ടിയുള്ള സൗണ്ട് വരും. ടീച്ചർ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കുമ്പോ ഇങ്ങനെ ആവൂലേ? യെസ്, അതേപോലെ തന്നെ ബോദ് പറഞ്ഞ എല്ലാരും.
ضاد. Yes, ضاد. It is a very heavy letter. ضاد. Okay. So ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇത് മതി. Okay. So we learned that al-lisan എന്ന് പറഞ്ഞത് നാവാണ്. 4 parts ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. First part is deepest part. അല്ലേ? deepest part എന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതാ? Which are the letters of deepest part? Yes. Next, middle part എന്ന് വരുന്നത് Then third നമ്മളുടെ tip of the tongue. അതില് 11 letters ഉണ്ട്. Remember, tip of the tongue ല് 11 letters ഉണ്ട് കേട്ടോ. അത് ആദ്യം ചിന്തിക്കണേ. നൂൻ റ അതൊരു കോംബോ. 4 കോംബോസ് ഉണ്ട്. നൂൻ റ പിന്നെ എന്ത് കോംബോ ആണ്? അതൊരു കോംബോ. പിന്നെ അതൊരു കോംബോ. പിന്നെ പഠിക്കൂല എല്ലാരും? ഡിഫിക്കൽട്ടി ഉണ്ടാ? നല്ല ഡിഫിക്കൽട്ടാ? കെമിസ്ട്രി എല്ലാം പഠിക്കുന്നില്ലേ? കെമിസ്ട്രി ഫിസിക്സ് എല്ലാം പഠിക്കുന്നില്ലേ? അതിനേക്കാളും ഈസി അല്ലേ ഇത്? യെസ്. മാത്സ് അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ഈസിയാണ്. പിന്നെ ലാസ്റ്റ് സൈഡ്സ് ഓഫ് ദ ടങ് എന്ന് വരുന്ന ലെറ്റേഴ്സ് ഏതാണ്? 2 എണ്ണം. ലാം ദോദ്. വെരി ഗുഡ്. ലാം ആൻഡ് ദോദ്. So have you all started correcting your Fatiha? Fatiha teacher പറഞ്ഞില്ലേ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി എന്നല്ല, മഗ്ദൂബി. It is a dad. അലൈഹിം don't say വലദ്ദാലീൻ. അത് റോങ് ആണ്. എങ്ങനെയാണ്? വലദ്ദാലീൻ. എല്ലാവരുടെ ഫാത്തിഹ ടീച്ചർ നോക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ സൂറത്തുൽ ബഖറ. ബിക്കോസ് ഫാത്തിഹ എല്ലാ സൂറത്തിലും എല്ലാ റക്കായിലും നമ്മൾ ഓർക്കുന്നില്ലേ? 17 times we are reciting. അപ്പൊ അത് മിസ്റ്റേക്ക് ആക്കാൻ പറ്റില്ലല്ലോ. ഒന്നും മിസ്റ്റേക്ക് ആക്കാൻ പാടില്ല ഖുറാനില്. ബട്ട് ഫാത്തിഹ എസ്പെഷ്യലി എവറി ഡേ വി ആർ റിസൈറ്റിംഗ് നോ. മിസ്റ്റേക്ക് ആയിക്കൊണ്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, സോ കറക്റ്റ് യുവർ ഫാത്തിഹ ടുഡേ ഇറ്റ്സെൽഫ്. പിന്നെ ഏഷ നിസ്കരിക്കാൻ ബാക്കിയുണ്ടോ കേട്ടോ? മനസ്സിലായോ എല്ലാവർക്കും? സോ ലിസാന് കഴിഞ്ഞു. നമ്മൾ ഏതെങ്കിലും മഖ്റജ കഴിഞ്ഞ? ജൗഫ്, ഹൽക്ക്, ലിസാൻ. ഹനാൻ ഫാത്തിമക്ക് മനസ്സിലായോ? ഹനാൻ? യെസ്. യെസ്. അപ്പൊ നോട്ട്സ് തരും. നോട്ട്സിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് 5 എണ്ണം പേര് പറയും. എന്നിട്ട് ഇങ്ങനെ ഡയഗ്രാം ഉണ്ട്. ഡയഗ്രാം ഒന്നും വരക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വരച്ചോ. പക്ഷെ ഇറ്റ്സ് നോട്ട് നെസസറി. ലെറ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി എക്സാമിന്. ഏതെല്ലാം ഭാഗത്ത് ഏത് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ടുമോറോ വിൽ ലേൺ ദ നെക്സ്റ്റ്. ബാക്കിയുള്ള ഷഫത്താനും ഹൈഷൂവും കംപ്ലീറ്റ് ആവും. എക്സാമിന് ഷദ്ദന ചാപ്റ്റർ വരെ. അത് ബേസിക് കോഴ്സ് അല്ലേ? ബേസിക് കോഴ്സിൽ ഷദ്ദന ചാപ്റ്റർ വരെ ഉണ്ടാവും. ഇത് തജ്വീദിന്റെ കോഴ്സാണ്. തജ്വീദ് ഡിഫറെന്റ് ആണ് എക്സാം. ഓക്കെ ഡിയർ? എന്നാ നമുക്ക് ദുആ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. Okay dear. Assalamualaikum warahmatullahi wabarakatuh.